ഹലോ, കുക്കിംഗ് ഇന്ന് കിച്ചണിലാണ് കേട്ടോ. പ്ലെയിൻ്റെ സൗണ്ട് ഒരു രക്ഷയില്ല. പ്ലെയിൻ പോട്ടെ. ഇന്ന് രാവിലെ കറണ്ട് പോയത് കാരണം എൻ്റെ പണിയെല്ലാം മുടങ്ങി. തേങ്ങ അരച്ച് വെക്കണ പരിപാടിയൊക്കെ നിർത്തി. അപ്പോൾ ഞാൻ വെറുതെ ഒരു സാമ്പാർ വെക്കാമെന്ന് വെച്ചു, സാമ്പാർ പൊടി ഇട്ടിട്ട്. പിന്നെ രാവിലെ ഒരു മസാല ദോശ ഉണ്ടാക്കി. ഇന്നലെ ദോശമാവ് ഞാൻ പറഞ്ഞിരുന്നല്ലോ അല്ലേ, ഇന്നലെ ആ മാവ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. രാവിലെ കുറച്ച് ഇന്നൊക്കെ നാളികേരം ഇല്ലാത്ത സംഭവമായിട്ട്, അരച്ച് ചേർക്കാത്ത സംഭവം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ ഇത് ബീട്രൂട്ടും കൂടെ കേട്ടോ മസാല ഉണ്ടാക്കിയത്. പക്ഷെ ബീട്രൂട്ട് അരച്ചു എന്ന് പറഞ്ഞാൽ കുരുകുരുന്ന് അരിയാൻ സമയമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വേഗം ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. അത് 2 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും കറണ്ട് പോയി. എന്നാൽ എനിക്ക് അത് കാരണം എൻ്റെ ഇതൊന്നും മുടങ്ങിയില്ല, അത് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കിച്ചണിലാട്ടോ ഒന്ന്. അപ്പോൾ ഇന്നൊരു സാമ്പാറും പിന്നെ കുക്കുംബർ ഇരിപ്പുണ്ട്. കുക്കുംബർ വെറുതെ കട്ട് ചെയ്ത് ഒരു സൈഡ് ഡിഷ് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് അങ്ങനെയാണ് കഴിക്കാൻ പോണേ. എന്നും ഈ തോരനും മെഴുക്കുവരട്ടിയും വെച്ച് മടുക്കുക. അപ്പോൾ ഇന്ന് അങ്ങനെ മതി എന്ന് പറഞ്ഞു. നമ്മുടെ ചേട്ടന് നിർബന്ധം അങ്ങനെയൊന്നുമില്ല, ഇന്നത് വേണമെന്ന്. അപ്പോൾ പിന്നെ എനിക്കെന്താ കുഴപ്പമില്ലേ. അപ്പോൾ ഇന്നൊരു സാമ്പാർ ഉണ്ടാക്കി വേഗം കുറച്ച് മല്ലിയില ഒന്ന് നന്നാക്കി എടുക്കുന്നതാണ്. അപ്പോൾ ഈ സാമ്പാർ വയ്ക്കുമ്പോഴേ ഞാൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് അറിയോ, പരിപ്പ് വേവിക്കില്ലേ, അപ്പോൾ അതിൻ്റെ മുകളിൽ ചെറിയ ഉള്ളി, കുറച്ച് ഉള്ളിയും പിന്നെ കുറച്ച് തക്കാളി, ഒരു തക്കാളി, പിന്നെ വെണ്ടയ്ക്ക, ഇതാണ് സാമ്പാർ വയ്ക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കുക്കറിൻ്റെ മുകളിൽ വേറൊരു പാത്രത്തിൽ കുഞ്ഞുള്ളി നന്നാക്കി വെച്ചു, ഒന്നിച്ച് വിസിലങ്ങോട്ട് അടിച്ചു. അപ്പോൾ അതിൻ്റെ ജോലി വേഗം തീരും, അതിന് വേണ്ടിയാണ് കൂട്ടത്തിൽ ഒന്നിച്ച്. അല്ലെങ്കിൽ പിന്നെ ഉള്ളി വേകാനൊക്കെ കുറച്ച് സമയം എടുക്കും. അപ്പോൾ പിന്നെ വെണ്ടയ്ക്ക മാത്രം വേവിച്ചാൽ മതിയല്ലോ. കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കുക്കർ വെച്ച് ഒന്ന് ഓഫ് ചെയ്തിട്ടേ ഉള്ളൂ, അതിൻ്റെ സ്റ്റീം ഒന്ന് പോട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. കറണ്ട് പോയുള്ള പണിയേ. കറണ്ട് ഉള്ളപ്പോൾ പതുക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിക്കും. കറണ്ട് പോയി കഴിഞ്ഞപ്പോൾ അയ്യോ ഇന്ന് ആ കറി വെക്കായിരുന്നു, ഈ കറി വെക്കായിരുന്നു എന്ന് അപ്പോഴായിരിക്കും തോന്നണത് കേട്ടോ. സാരമില്ല, ഇനി 5 മണി വരെ ഇങ്ങനെ തന്നെയാണ്. ഈ മല്ലിയിലയെ ശരിക്കും ഒരു ടെൻഷനാണ്. മല്ലിയിലയിലൊക്കെ ഇങ്ങനെ പറയൂലോ, വിഷമാണ് കൂടുതലും. കഴുകും, എത്ര കഴിയാലും തൃപ്തിയാവില്ല. എന്നാലും പിന്നെ അങ്ങനെ ഒരുപാട് പേടിച്ചിരുന്നൊന്നും പറ്റില്ല. വരണത് വരട്ടെ എന്ന് വിചാരിച്ചിട്ടിരിക്കുക, അത്രയേ ഉള്ളൂ. കുറേ കഴുകി കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വയ്ക്കും, കുറേ നേരം അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത്. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാം നമ്മുടെ തലയിലെഴുത്ത് പോലെ ഇരിക്കും. എല്ലാ പച്ചക്കറിയിലും വിഷമാണ് എന്നൊക്കെ പറയുന്ന കരുതി നമ്മൾ വാങ്ങിക്കാതിരിക്കണ്ടോ. എല്ലാവർക്കും വീട്ടിൽ പച്ചക്കറി കൃഷി ചെയ്യാൻ പറ്റുമോ? അതൊന്നും നടക്കുന്ന കാര്യമല്ല, ശാശ്വതമല്ല. അതൊക്കെ വേണമെങ്കിൽ ചെയ്യാമെന്ന് പറയും, പക്ഷെ എത്രയായാലും എത്രത്തോളം ചെയ്യും നമുക്കറിയാലോ അല്ലേ. പിന്നെ ഇതൊക്കെ ഒരു യോഗാന്നേ. നല്ലത് വരുന്നതും ചീത്ത വരുന്നതൊക്കെ ഒരു യോഗമാണ്. യോഗം എന്ന് പറഞ്ഞാൽ അറിയില്ലേ, യോഗ്യതയല്ല കേട്ടോ യോഗം. അത് നമുക്ക് അതിനെപ്പറ്റി പറയാം. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം കേട്ടോ. യോഗം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറില്ല, ഓ എനിക്ക് ആ യോഗം ഇല്ലാണ്ടായിപ്പോയി, എനിക്ക് അങ്ങനെ ആയിപ്പോയി, ഇങ്ങനെ നമ്മൾ യോഗത്തെ പറ്റി ഇങ്ങനെ പറയും. പക്ഷെ അതിൽ എത്ര സത്യാവസ്ഥ ഉണ്ടെന്നറിയോ. ഈ യോഗം എന്ന് പറയണത് ഒരു കാര്യമുണ്ട് കേട്ടോ. യോഗം എന്ന് പറഞ്ഞാൽ ഇപ്പം ചിലവർ നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റായിട്ട് തരും. അപ്പോൾ നമ്മൾ പറയുമോ വേണ്ട, സോറി, നോ താങ്ക്സ് എന്നൊക്കെ പറയും. അപ്പോൾ അത് അവർ ചിലപ്പോൾ വേറെ ആർക്കെങ്കിലും കൊടുക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ചെവിയിലെത്തും ഇന്നവർക്ക് അത് കൊടുത്തു എന്ന്. അപ്പോൾ അത് അവർ പറയുമ്പോൾ അത് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് തോന്നും ഷോ നമുക്കത് തന്നതാണ്, എന്നിട്ട് നമ്മളത് വേണ്ടാന്ന് പറഞ്ഞു. കണ്ടോ, ഇതാണ് യോഗം ഇല്ല എന്ന് നമ്മൾ പറയും അല്ലേ. അപ്പോൾ നമുക്ക് വെച്ച് നീട്ടി തരുന്നുണ്ട്, എന്നിട്ട് നമ്മൾ വേണ്ടാന്ന് പറയാണ്. അവിടെയാണ് നമുക്ക് യോഗം ഇല്ല എന്നുള്ളത് പറയുന്നത്. അതാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അനുഭവിക്കാൻ യോഗം വേണമല്ലോ അല്ലേ. ഇപ്പം ചില കടകളൊക്കെ നമ്മൾ ചിലപ്പോൾ കടകളൊക്കെ വാടകയ്ക്ക് എടുക്കുമോ, ബിസിനസ്സിന് വേണ്ടിയൊക്കെ ചിലവരൊക്കെ വാങ്ങിക്കാൻ നോക്കും. അപ്പോൾ അല്ലെങ്കിൽ ചില വീടുകൾ അല്ലെങ്കിൽ സ്ഥലം ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ വെറുതെ ഒരു പ്ലെയിൻ ഗ്രൗണ്ടായിരിക്കും നമ്മൾ ചെന്ന് നോക്കുമ്പോൾ. അപ്പോൾ നമുക്കത്ര അത് ഒരു ഇത് തോന്നില്ല, കണ്ടുമ്പോൾ ഒരു എന്തോ ഒരു തൃപ്തിക്കുറവായിരിക്കും. അത് വേറൊരാൾ വാങ്ങിക്കും, അവിടെ നല്ല ഒന്നാന്തരം വീടൊക്കെ വെച്ച് കഴിയുമ്പോൾ നല്ല ആ ലൊക്കേഷനൊക്കെ ഒന്നും കൂടി 1-2 വർഷം കഴിയുമ്പോൾ ആ ലൊക്കേഷനൊക്കെ ഒന്ന് തെളിഞ്ഞു വരും എന്ന് പറഞ്ഞാൽ കൂടുതൽ സൗകര്യങ്ങളൊക്കെ വരും.
അപ്പോൾ നമുക്ക് തോന്നും അയ്യോ അന്നത് വാങ്ങിക്കായിരുന്നു, ഇപ്പം എന്ത് ഭംഗിയാ ആ സ്ഥലം കാണുന്നല്ലേ. അപ്പോൾ നമ്മൾ സ്വയം എന്ത് പറയും, ഓ എനിക്ക് യോഗമില്ലാതെ പോയി എന്ന്. ഇങ്ങനെയാട്ടോ ഓരോ കാര്യങ്ങളും ഇങ്ങനെയാണ്. നമ്മൾ അറിവില്ലായ്മ കൊണ്ട് നമുക്ക് കുറച്ചൊക്കെ പറ്റും, അറിഞ്ഞുകൊണ്ടും നമുക്ക് ഇതൊക്കെ പറ്റും എന്നുള്ളതാണ്. അതുപോലെ ചില ജോലികൾ നമുക്ക് ചിലപ്പോൾ 1-2 ജോലി ഒന്നിച്ച് ചിലപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂ പാസ്സായി കിട്ടിയെന്ന് വരും. അപ്പം നമുക്ക് തോന്നും, നമ്മൾ തന്നെ സെലക്ട് ചെയ്യും ഇതിലേത് വേണമെന്ന് അല്ലേ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യും, ആ ജോലി പോകും. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോഴായിരിക്കും അയ്യോ ഇതിൽ നല്ലത് മറ്റേ ജോലിയായിരുന്നു, അത് എനിക്ക് യോഗമില്ലാതെ പോയല്ലോ, കിട്ടിയില്ലല്ലോ എന്ന് പറയും. അതും ഒരു യോഗം എന്നല്ലേ, നമ്മളവിടെ ഉപയോഗിക്കുന്ന വാക്കാണ് ആ യോഗം എന്നുള്ളത്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കേട്ടോ, ഇങ്ങനെ ഓരോരോ യോഗം എന്ന് നമ്മൾ സ്ഥിരം എന്താ പറയുക ഡെയിലി നമ്മൾ ഉപയോഗിക്കേണ്ടെന്നുള്ളതാണ് ആ ഒരു വാക്ക്. ഞാൻ ആ കുക്കറിൻ്റെ പറഞ്ഞില്ലേ, കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ വിസിലൊക്കെ പോയി സ്റ്റീമൊക്കെ പോയി കഴിഞ്ഞു. അപ്പോൾ കാണിച്ചു തരാം കേട്ടോ, എടുക്കട്ടെ. കണ്ടില്ലേ, ഇതുപോലെ ഇത് അടിയിൽ പരിപ്പുണ്ട് കേട്ടോ, അത് ഇത്തിരി ചൂടുണ്ട്, ഞാൻ എടുത്തിട്ട് കാണിക്കാം. കാര്യം ആ ഉള്ളിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, പക്ഷെ ആ ആവിയുടെ ഒരു വെള്ളമാണത് കേട്ടോ. ഇവിടെ ഞാൻ ഇതാ വെണ്ടയ്ക്ക വേവിച്ചു, അതിൽ പുളി, സാമ്പാർ പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് റെഡിയാക്കി വെച്ചേക്കുകയാണ്. ഇനി ആ ഉള്ളിയും പരിപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ സാമ്പാർ റെഡിയായി കഴിഞ്ഞു. ഇതൊക്കെ ഒരു എളുപ്പപ്പണിയാണ്. കണ്ടില്ലേ, സാമ്പാറിൻ്റെ പരിപ്പ്, തുമരപ്പരിപ്പ്, പിന്നെ അതിൻ്റെ മുകളിൽ ആ ഉള്ളിപ്പാത്രം വയ്ക്കും. അങ്ങനെ തട്ടിക്കൂട്ടി ഒരു സാമ്പാർ, അത് പറഞ്ഞാൽ മതിയല്ലോ. ഇതിലേ ആ ഉള്ളിയും എല്ലാം കൂടി ചേർത്തിട്ട് പിന്നെ തിളപ്പിക്കാം. ഒരു 5 മിനിറ്റ് നേരം തിളപ്പിച്ച് കഴിഞ്ഞാൽ സാമ്പാർ റെഡിയാവും. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കേട്ടോ. നമ്മൾ യോഗമില്ല എന്ന് പറഞ്ഞ് കുറച്ചൊക്കെ നമ്മുടെ ഭാഗത്തുള്ള തെറ്റുണ്ടാവുമെന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പോൾ ഒരു കല്യാണ വീട്ടിലേക്ക് പോയി, അയ്യോ കെട്ട് കാണാൻ പറ്റിയില്ലോ, എനിക്ക് ആ യോഗം ഉണ്ടായില്ലോ എന്ന് പറയും. പക്ഷെ നമ്മൾ നേരത്തെ ചെന്നില്ല, അതുകൊണ്ടാണ്. നമുക്ക് വേണ്ടി അവർ വെറ്റ് ചെയ്യുമോ? അതുപോലെ ഇപ്പോൾ ഒരു ഊണിന് ചിലപ്പോൾ നമ്മൾ നേരത്തെ പോയി ചോറുണ്ട്, വിശക്കണില്ല എന്നും പറഞ്ഞിരിക്കും സദ്യക്കൊക്കെ. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് നമ്മളിങ്ങനെ വർത്താനവും എല്ലാവരോട് നാട്ടു വർത്താനവും വീട്ടു വർത്താനവും ഒക്കെ പറഞ്ഞ് അവസാനം പോയി ചോറുണ്ണുമ്പോൾ ചിലപ്പോൾ പായസം തീർന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കറി തീർന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെന്ത് പറയുമ്പോൾ എനിക്ക് യോഗമില്ലാതെ ഇപ്പോൾ ഇന്ന് പായസം കൂട്ടി ചോറുണ്ണാന്ന്. ഇതൊക്കെ നമ്മൾ വരുത്തി വെക്കണതാണ്. ചിലവർ പറയും എത്ര പണം കിട്ടിയാലും കയ്യിൽ നിൽക്കണില്ല, ഒക്കെ പോവുകയാണ്, എനിക്ക് പണം കൈവരാനുള്ള യോഗമില്ല എന്ന് തോന്നുന്നു. പക്ഷെ അത് എന്തുകൊണ്ടാണ്, കിട്ടണത് മുഴുവനും ദൂർത്തടിക്കണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യാതെ ചിലവാക്കുമ്പോഴാണല്ലോ നമ്മുടെ കയ്യിൽ നിന്ന് ഈ പൈസ ഇങ്ങനെ പോണത്. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ പിന്നെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിലിരിക്കുക. അല്ലാതെ യോഗം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതൊക്കെ നമ്മുടെ പ്രവൃത്തി, നമ്മുടെ ചിന്ത, നമ്മുടെ ബുദ്ധി, ഇതൊക്കെ തന്നെ വേണം ഒരു യോഗം വരാൻ എന്നുള്ളത്. കാരണം ഒരു ദൈവങ്ങളും പറയണില്ല നമുക്ക് ഇന്ന യോഗം എന്നാ പിടിച്ചോ, ഇതാണ് നിനക്ക്, അത് പറയണമെന്നില്ല. നമ്മൾ തന്നെ വരുത്തി വെക്കണ കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ബുദ്ധിയില്ലായ്മ കൊണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിലൊക്കെയാണ് ഈ യോഗമില്ലായ്മ എന്നൊക്കെ പറയുന്നത്. ഞാൻ കുക്കുംബറും അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെക്കുക. അപ്പോൾ എൻ്റെ പണിയും നടക്കും, നിങ്ങളോടുള്ള വർത്തമാനവും നടക്കും. ഇതെന്താ ചെയ്യണമെന്നറിയോ? കുക്കുംബറും പിന്നെ ചുമ്മാ സാലഡ് പോലെ, അത്രയേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. എന്നും ഒരു നേരം, ഇപ്പോൾ വിലക്കുറവ് കൂടിയല്ലേ, അപ്പോൾ രാത്രിയോ അല്ലെങ്കിൽ അങ്ങനെ എപ്പോഴെങ്കിലും ഒരു നേരം കുക്കുംബർ കഴിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വേറെ രണ്ടാമതൊരു കറി വേണ്ടാന്ന് കരുതിയിട്ടാണ് കുക്കുംബർ വെക്കാമെന്ന് വിചാരിച്ചത്. ഈ പറയണ ഇതൊക്കെ ഇപ്പം ഈ കുക്കുംബർ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ വേറെ പച്ചക്കറി ഒന്നും ഇല്ല. അപ്പം ഞാൻ ഒന്നും കറിയൊന്നും ഇല്ല, പച്ചക്കറി ഇല്ലല്ലോ, അപ്പോൾ പിന്നെ ഒന്നും വേറെ ഒന്നും വെക്കണ്ടെന്ന് വേണമെങ്കിൽ എനിക്ക് വിചാരിച്ചാൽ സാധിക്കും. എന്നിട്ട് നമ്മൾ പറയും ഒന്ന് യോഗം ഇല്ലാണ്ടായിപ്പോയി കറി കൂട്ടാനെന്ന് പറയും. അപ്പോൾ വീട്ടിലുള്ളത് ഈ കുക്കുംബർ ഉണ്ടെങ്കിൽ ഈ കുക്കുംബർ കട്ട് ചെയ്ത് നമുക്ക് കഴിക്കാമല്ലോ. അപ്പോൾ അത് നമ്മുടെ കയ്യിലല്ലേ ഇരിക്കണത്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെയാണ് കേട്ടോ. ഓരോ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിലാണ് അത് നേടണതും നേടാതിരിക്കണതും. കാരണം ഈശ്വരൻ കൊണ്ട് തരും, നമുക്ക് തരാതിരിക്കില്ല. പക്ഷെ അത് വേണ്ട വിധം ഉപയോഗിക്കാൻ നമ്മൾ അറിയണം. അതാണ് നമുക്കതിൻ്റെ ഒരു ചിട്ടയായിട്ടും എന്ത് കാര്യങ്ങളായിക്കോട്ടെ നമ്മൾ ആലോചിച്ച് ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് എല്ലാം അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവും. പക്ഷെ നമ്മുടെ സമയദോഷം ഉണ്ടല്ലോ, ചില സമയത്ത് ഇങ്ങോട്ട് കയറിപ്പോരും. നമ്മൾ എന്താ പറയുക, ചില എവിടെയെങ്കിലും ഒന്ന് പോകുകയെന്ന് വിചാരിക്കും. നമ്മളിപ്പോൾ ഒരു ബസ് കാത്ത് നിൽക്കുകയാണ്, ടൗണിലേക്കൊന്ന് പോവുകയാണ്. ബസ് കാത്ത് നിൽക്കുമ്പോൾ നമ്മൾ അപ്പോഴേക്കും നമ്മുടെ ഒരു ഫ്രണ്ടോ ആരെങ്കിലും ചിലപ്പോൾ സ്കൂട്ടർ കൊണ്ടുവരും, അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിലായിരിക്കും വരുന്നത്. അപ്പോൾ ചോദിക്കും വരുന്നോ ബാ ഞാൻ അങ്ങടേക്കാന്ന് പറയും.
സ്വാഭാവികമായിട്ട് നമ്മൾ കയറി പോവില്ലേ. അപ്പോൾ ബസ്സിൽ കാത്തു നിന്ന് തിരക്കായിരിക്കും, ഇരിക്കാൻ സീറ്റ് ഉണ്ടാവില്ല. അത് ബൈക്കിൽ അല്ലെങ്കിൽ സ്കൂട്ടറിൽ പോകാമല്ലോ വിചാരിക്കും. ഒരു പക്ഷേ ആ ബസ്സിൽ അല്ല ഓട്ടോറിക്ഷയിലോ അല്ലെങ്കിൽ അതിൽ വല്ല എന്തെങ്കിലും ഒരു അപകടം പറ്റി, അല്ലെങ്കിൽ ഒരു വേണ്ട സ്കൂട്ടറിൽ ഇപ്പോൾ ഹെൽമെറ്റ് ഇല്ലാത്തതിൻ്റെ പോലീസ് പിടിക്കുകയോ ചെയ്താൽ പോയില്ലേ. അപ്പോൾ നമ്മൾ ചെയ്ത ഇതാണോ അത്? അതാണ് അവിടെയാണ് സമയദോഷം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയുമോ യോഗം ഇങ്ങനെയായിപ്പോയാലും എനിക്ക് ആ ബസ്സിൽ കയറി പോയാൽ മതിയായിരുന്നു എന്ന് പറയൂലേ. അങ്ങനെ ഓരോ കാര്യങ്ങൾ അതൊക്കെ നമ്മുടെ യോഗം എന്ന് പറയും. പക്ഷേ നമ്മുടെ സമയദോഷം വരുമ്പോൾ നമുക്കിതൊന്ന് ഇതുപോലെയൊക്കെ പെട്ടെന്ന് മനസ്സ് മാറും കേട്ടോ. കാരണം നമ്മൾ പെട്ടെന്ന് എവിടെയെങ്കിലും എത്താനുള്ള ഒരു ധൃതിയിലായിരിക്കും. ആ ധൃതിയിലായിരിക്കും നമ്മൾ ആ 2 വീലറിൽ കയറി പോണത്. പക്ഷെ നമ്മുടെ കയ്യിൽ ഹെൽമെറ്റ് ഇല്ലെങ്കിൽ ഇതുപോലത്തെ പണി കിട്ടുകയും ചെയ്യും. അപ്പോൾ യോഗം നമ്മുടെ എല്ലാ യോഗം എന്നും പറഞ്ഞ് യോഗത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ചിന്തിച്ച് ഓരോന്നും ചെയ്യുക. അത് ഇത്തിരി സമയം എടുക്കും. അങ്ങനെ നമ്മൾ മനുഷ്യരല്ലേ, പെട്ടെന്ന് നമുക്കെല്ലാം കിട്ടിയെന്ന് വരില്ല. എന്നാലും കുറച്ചൊക്കെ നമ്മുടെ ചിന്തയിലൂടെ പ്രവൃത്തിയിലൂടെ ആട്ടോ വരുന്നത്. നമ്മൾ തന്നെ കുറച്ചൊക്കെ വരുത്തി വെക്കണമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എൻ്റെ സാമ്പാർ റെഡി ആയിക്കഴിഞ്ഞു. ഇനി കടുക് വറുത്തിടണം. പിന്നെ കുക്കുംബർ ഇതൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞു. കുക്കുംബറും എന്താ പറയുക, സാമ്പാർ, കുക്കുംബർ സലാഡ്. രാവിലെ കറണ്ട് പോയി എന്ന് കരുതി വിഷമിച്ചിരിക്കാൻ പറ്റുമോ? ഇതുപോലെയൊക്കെ ചെയ്ത് ഒരു തരികട കറിയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ നമ്മൾ മുന്നോട്ട് പോവുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് കുറച്ചുണ്ട് പച്ചമുളക് അരിഞ്ഞിടും, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇടും, പിന്നെ സവാളയും തക്കാളിയും ഇടും. എല്ലാം കൂടി മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പിട്ടിട്ട് വെക്കുക. ഊണ് കഴിക്കാറാവുമ്പോൾ എടുക്കുക. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ ബാക്കി കുറച്ച് പണിയൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് നാളെ വീണ്ടും കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും